അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ ഖൽഖി വഅക്രമിഹിം വഅലാ ആലിഹി സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله ما شاء الله كان لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا هو فاستغفر للمؤمنين. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتسريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. قال النبي صلى الله عليه وسلم تكون فتنة في آخر الزمان يصبح الرجل فيها مؤمنا ويمسي كافرا إلا من نجاره الله بالعلم. وبعد فاعلم بوجوب المعرفة من واجب لله 20 ആസിഫാ. സഹോദരന്മാരെ, സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു തആലാനെ അളവറ്റ് സ്തുതിക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ പരിശുദ്ധമായ ഇൽമ് പഠിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി. ആ തൗഫീഖ് ഉപയോഗപ്പെടുത്തി വേണ്ട വിധത്തിലൊക്കെ നാം അത് അല്ലാഹുവിന്റെ ദീനിന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. സത്യമായ കാര്യങ്ങൾ സത്യമായ നിലക്ക് തന്നെ മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനൊക്കെയുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയത്തിന്റെ ബാക്കി ഭാഗം അല്ലാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് അടുത്ത ക്ലാസ്സിൽ വരാനിരിക്കുന്നത്. ഇന്നത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇൽമുൽ അഖീദ പഠിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്? 3-4 സിഫത്തുകളുള്ള തഖ്വയും സുഹുദും അറിവും എല്ലാമുള്ള തുടങ്ങിയ 4ഓളം സിഫത്തുകളുള്ള മഹാന്മാരിൽ നിന്ന് ആയിരിക്കണം പഠിക്കേണ്ടത്. നമ്മുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം മഹാന്മാരുടെ അടുക്കൽ പോയി പഠിക്കാനുള്ള ഒരു പ്രേരണയാണ്. നമുക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങൾ താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് അതിന്റെ അർഹരായ ഉലമാക്കളുടെ അടുക്കൽ പോയി പഠിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് മാത്രമാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ഇൽമിനോടുള്ള ഹിർസും അത് കരസ്ഥമാക്കി നമ്മുടെ അഖീദ നിർമ്മലമാക്കാനുള്ള ഒരു സന്ദർഭവും ആയുസ്സും ഒക്കെ അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഇപ്പോൾ ഇന്നലെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ആരുടെ അടുക്കൽ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഇന്ന് പറയുന്നത്
കിതാബുകൾ നാം നോക്കുമ്പോൾ ഇൽമുൽ അഖീദ പല വിഭാഗങ്ങളും ഇൽമുൽ അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഇൽമിന്റെ അഖീദയുടെ ഇൽമിന്റെ കിതാബുകളൊക്കെ ഒക്കെ നാം പരതാനും അത് മനസ്സിലാക്കാനും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വലിയ അപകടത്തിലായിരിക്കും അവൻ ചെന്ന് പെടുക. അപ്പോ കിതാബുകൾ സെലക്ട് ചെയ്യുന്നതിലും അവൻ സൂക്ഷ്മത പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പല കിതാബുകളിലും ഫൽസഫക്കാരുടെ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരും പേർഷ്യൻ തത്വശാസ്ത്രജ്ഞന്മാര്, ഭാരതീയ തത്വശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ തന്നെ ഇസങ്ങളെ കൊണ്ട്, അവരുടെ തത്വശാസ്ത്രം കൊണ്ട് സ്വാധീനിക്കപ്പെട്ടതായിരിക്കുന്ന പല ആശയങ്ങളും പലതിലും കടന്നുകൂടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തമായിട്ട് വേണം നമ്മുടെ അഖീദ നാം തുടക്കത്തിൽ പഠിക്കേണ്ടത്. തുടക്കത്തിൽ നല്ല ക്ലിയറുള്ള, തെളിഞ്ഞ, സാഫിയായ അഖീദ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ മേൽ പറയപ്പെട്ട രീതിയിലുള്ള ഉസ്താദുമാരുടെ അടുക്കൽ പോയിട്ട് പഠിക്കണം. ഒരു ഉസ്താദിന്റെ ശിഷ്യത്വമില്ലാതെ കിതാബുകളിലൂടെ തന്നെ അഖീദ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ഒരു ഉസ്താദിന്റെ ഇർഷാദ് ഇല്ലാതെ കണ്ട് അഖീദയിലേക്ക് പ്രവേശിക്കുകയാണുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഒരു അഖീദ കാണുകയും ഒരു വിശ്വാസപരമായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ആ കാര്യം അവൻ മനസ്സിലാക്കി വെച്ചാൽ അതിന്റെ അടിസ്ഥാനം പോകുന്നത് ഒരു പക്ഷേ മുഅ്തസിലത്തിന്റെ വാദം സ്ഥിരപ്പെടുത്തുന്നതിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികളായ കക്ഷികളുടെ അഖീദയിലേക്കായിരിക്കാം അതിന്റെ അവസാനം ചെന്നെത്തുന്നത്. ഇത് ഇവനിക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരും. അപ്പോൾ കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ആനയെ പോലെ, അല്ലെങ്കിൽ മാടുകൾ തോട്ടത്തിൽ കയറിയതുപോലെ എല്ലാ ഇലയിലും കടിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഒരു തുടങ്ങി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, പ്രാഥമികമായിട്ട് അഖീദ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ കിതാബുകളിലും കയറി ചെന്നിട്ട് അവന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ ചെന്നെത്തുക. അതുകൊണ്ട് കിതാബുകൾ സെലക്ട് ചെയ്യുന്നതിലും നാം പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയാൻ പോകുന്നത്. ഇതൊക്കെ തുടങ്ങി പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമാണ്. നേരെ മറിച്ചിട്ട് വിഷയങ്ങളെല്ലാം, അഖീദ എല്ലാം ഒരാൾക്ക് തമക്കുനായി, ഒരാൾക്ക് ശരിയായ നിലക്ക് അഖീദ ഒക്കെ പഠിച്ച് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിലൊരു മലക്ക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരുടെ കിതാബുകൾ നോക്കി അവരുടെ വാദഗതികൾ മനസ്സിലാക്കുകയും അതിന് ഗണ്ണിക്കാൻ ഉള്ള തയ്യാറെടുപ്പിന് അവർ സന്നദ്ധമാവുകയും ചെയ്യാം. അതിന് വിരോധമില്ല. ഒരു തുടങ്ങി പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്രമങ്ങൾ മുഴുവനും ക്ലിയറുള്ള അഖീദ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ. നമ്മുടെ മഹാന്മാരായിരിക്കുന്ന ചില ഉലമാക്കൾ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്, അതുപോലെ ഇമാം ബൈദാവി തുടങ്ങിയതായിരിക്കുന്ന മഹാന്മാരായ ഉലമാക്കൾ ഒരുപാട് കിതാബുകൾ ഇത്തരം ഫലാസിഫത്തിനെയും ഫിലോസഫർമാരെയും മുഅ്തസിലത്തിനെയും ഒക്കെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയതായിരിക്കുന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്. അത്തരം ഗ്രന്ഥങ്ങളെല്ലാം തുടക്കത്തിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി എടുക്കേണ്ടത്, അവൻ സ്വീകരിക്കേണ്ടത് ഏത് കിതാബാണ്? ഇതൊന്നുമില്ലാത്ത നല്ല കിതാബുകൾ സെലക്ട് ചെയ്യുന്നതിലും അവൻ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് എന്ന് മഹാനവറുകൾ പറയുന്നു. നമുക്ക് കിതാബിലേക്ക് വരാം. അതാണ് എന്റെ ആമുഖം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽയഹ്ദറിൽ മുബ്തദി, തുടങ്ങി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം? അവന് സൂക്ഷിക്കണം. അവൻ നല്ല ഹദർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത, നല്ല ജാഗ്രത കൈക്കൊള്ളണം. എന്തിൽ നിന്ന്? വൽയഹ്ദറിൽ മുബ്തദി ജുഹുദുഹു, അവന്റെ ശ്രമത്തെ അവൻ എന്ത് ചെയ്യണം? രക്ഷിക്കണം. ഏതിൽ നിന്ന്? അത് അവന്റെ ശ്രമങ്ങളൊക്കെ ആവുന്നതിൽ നിന്ന് അവന്
സൂക്ഷ്മത കൈക്കൊള്ളേണ്ടതുണ്ട്. യഹുദ ഉസൂല ദീനിഹി, അവന്റെ ദീനിന്റെ അവന്റെ മതത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ പിടിക്കുന്നതിന് അവൻ സൂക്ഷ്മത പാലിക്കണം. മിനൽ കുത്തുബില്ലത്തി, മിനൽ കുത്തുബി ചില ഗ്രന്ഥങ്ങളിൽ നിന്ന്, അല്ലത്തി എങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, ഹുഷിയത്ത് അത് നിറക്കപ്പെട്ടിരിക്കുന്നു ബി കലാമിൽ ഫലാസിഫത്തി, ഫിലോസഫർമാരുടെ, ഗ്രീക്ക്, ഫാരിസ്, ഇന്ത്യ തുടങ്ങിയ ഫിലോസഫർമാരുടെ അല്ലെങ്കിൽ യൂറോപ്യൻ ഫിലോസഫർമാരുടെ ഒക്കെ തന്നെ ഫൽസഫകളായ അതായത് തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ കൊണ്ട് കുത്തി നിറക്കപ്പെട്ടതായിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് അവന്റെ മതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ പഠിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരിക്കേണ്ടതാകുന്നു. അവൻ എപ്പോഴും അതിൽ നിന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത്തരം കിതാബുകൾ ആവരുത് ഇവന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കാൻ ഇവൻ സ്വീകരിക്കേണ്ടത്. അതാ മുസന്നിഫ് പറഞ്ഞത്. അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം പഠിക്കാൻ അവൻ കൈക്കൊള്ളേണ്ട കിതാബുകളിൽ ഇത്തരം കിതാബുകളാവരുത്. അതാ ഹുഷിയത്ത് ബി കലാമിൽ ഫലാസിഫത്തി, ഫലാസിഫത്തിന്റെ കലാം നിറക്കപ്പെട്ടിരിക്കുന്നു, അത്തരം ഗ്രന്ഥങ്ങളാവരുത്. എന്താ വെച്ചാൽ ഈ ഫൽസഫക്കാരുടെ അവർ മറ്റൊരു ലൈനാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഈ ഫിലോസഫർമാർ ഫലാസിഫത്ത് രണ്ട് വകുപ്പുണ്ട്. ഒന്ന് ഈശ്വരവിശ്വാസികളായ ഫലാസിഫത്തും അതുപോലെ തന്നെ ഈശ്വരവിശ്വാസികളല്ലാത്ത ഫലാസിഫത്തും, ദൈവനിഷേധികളായ മുൽഹിദീങ്ങളായ ഫലാസിഫത്തും ഉണ്ട്. അവർക്ക് ഒരു പ്രത്യേകമായ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ളതായ ഗവേഷണമല്ല അവർ നടത്തുന്നത്. അവർ പ്രപഞ്ചത്തെക്കുറിച്ചും ഫൽസഫയും ഇൽമുൽ കലാമും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഫൽസഫ എന്ന് പറയുന്നത് അവർ ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച വിധേയമാക്കും, എല്ലാ കാര്യങ്ങളും ചർച്ചയ്ക്ക് അവർ എടുത്തിടും. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ചട്ടക്കൂടൊന്നുമില്ല. എന്നിട്ട് അവർക്ക് തോന്നുന്നത് പോലെ അവർ പല അനുമാനങ്ങളിലേക്കും എത്തിച്ചേരും. അടിസ്ഥാനം ഉണ്ടായിക്കോണമെന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, പല ഇന്നത്തെ മാർക്സ് തത്വശാസ്ത്രജ്ഞൻ, ഭൗതിക വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, അതുപോലെ തന്നെ ആശയവാദം തുടങ്ങിയതായിരിക്കുന്ന അനവധി തത്വശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്കൊന്നും ഒരു ചട്ടക്കൂടില്ല. അവരങ്ങനെയായിട്ട് അതിനെപ്പറ്റി ഒരു വിലയിരുത്തലുകൾ നടത്തും. അതൊക്കെ വലിയ അബദ്ധങ്ങളായിരിക്കും പലപ്പോഴും. അത് ഉരുത്തിരിഞ്ഞു വരുന്നത് അബദ്ധങ്ങളിലായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയാ, ഈ പ്രപഞ്ചത്തിന് ആദി ഉണ്ടോ ഇല്ലേ, ഒരു തുടക്കമുണ്ടോ ഇല്ലേ, ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും പറയും. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ബിഗ് ബാങ് തിയറിയിലൂടെയും അല്ലാത്തതിലൂടെ ഒക്കെ തെളിയിക്കപ്പെട്ടത് എന്താണ്? ഈ ലോകത്തിന്റെ ഒരു തുടക്കമുണ്ട് എന്നുള്ള. ഈ പ്രപഞ്ചം അനാദിയല്ല എന്നുള്ളതാണ്. എന്നാൽ മുമ്പത്തെ ഈ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരും അവരുടെ ചുവട് പിടിച്ചുകൊണ്ട് നീങ്ങുന്ന പല ആളുകളുണ്ടായിട്ടുണ്ട്. ഫാറാബി, ഇബ്നു സീന, ഇബ്നു റുഷ്ദ്, അതുപോലെ തന്നെ ഇബ്നു ബാജ, ഇബ്നു അറഫ തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് ഇസ്ലാമിക് ഫിലോസഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം ആളുകൾ തന്നെ അവര് ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ പേര് അവര് മുസ്ലിം ഫലാസിഫത്ത് എന്നൊക്കെയാണ് ഉണ്ടെങ്കിലും അവർക്കും അവന്താ വിശ്വസിക്കുന്നത് ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമില്ല എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തോടു കൂടെ തന്നെ അവർ വിശ്വസിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ കണക്കാക്കപ്പെടുന്നോ, അങ്ങനെ ഒരു പദപ്രയോഗം നമുക്ക് പറയാൻ സാധ്യത. എപ്പോൾ എന്നുള്ളത് അള്ളാഹിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധ്യമല്ല, അത് ഭാഷയുടെ പരിമിതിയാണ്. അല്ലാഹു തആല ഏത് സമയത്തുണ്ട് ആ സമയത്തൊക്കെ പ്രപഞ്ചമുണ്ട്. അതായത് അതില്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ പ്രപഞ്ചം അനാദിയല്ല. അല്ലാഹു തആല അനാദി ആയതുകൊണ്ട് തന്നെ പ്രപഞ്ചവും അനാദിയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഒരാൾ പോയി നിന്നാൽ അതേ സമയത്ത് തന്നെ ആ കണ്ണാടിയുടെ മുമ്പിൽ ഒരു മിനിറ്റ് സഹോദരന്മാരെ. ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും.
മൈക്ക് പോയി. അപ്പോ പറഞ്ഞു വരുന്നത് വെച്ചാൽ അപ്പൊ അവര് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ലോക യുക്തിവാദികളും മാർക്സ് ലെനിനിസ്റ്റുകളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് എന്താ, ലോകത്തിന് ആദ്യമുണ്ടെന്നോ അന്ത്യമുണ്ടെന്നോ അല്ലെന്നോ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങളൊക്കെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ ലെനിനിസം, മാർക്സിസം അതുപോലെ ഉള്ളതായിരിക്കുന്ന ഇസങ്ങളൊക്കെ തന്നെ, ഇസ്ലാമേതര ഇസങ്ങള് ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഈ ലോകത്തിന് തുടക്കമുണ്ടെന്നോ ഇല്ലെന്നോ. അവർ വിശ്വസിക്കുന്നത് തുടക്കമില്ല, അത് ഉണ്ടായതും തുടക്കമില്ല, അത് നിലനിൽക്കുന്നതിനും അവസാനവുമില്ല, അത് നിലനിൽക്കുന്നതിനും അവസാനമില്ല, അത് ഉണ്ടായതും തുടക്കവുമില്ല. ഈ ഒരു അന്ധവിശ്വാസത്തിലാണ് ഇത്തരം ആളുകളെല്ലാം തന്നെ. അതൊക്കെ നമ്മുടെ ഇസ്ലാമിക ഫിലോസഫർമാർ അല്ലെങ്കിൽ ഇസ്ലാം മുതകല്ലിമുകൾ, നമ്മുടെ അഖീദന്റെ ഉലമാ അതെല്ലാം വ്യക്തമായ തെളിവുകളോടുകൂടെ ഗണ്ണിച്ചിരിക്കുന്നു. ശക്തമായ തെളിവുകൾ മൂലം അതിനെല്ലാം ഗണ്ണിച്ചിരിക്കുകയാണ്. അതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല ആശയങ്ങളും കുത്തി നിറച്ച ചില കിതാബുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വാദങ്ങൾ എടുത്തിട്ട് അവർക്ക് മറുപടി പറയുന്ന നമ്മുടെ ഉലമാവിന്റെയും കിതാബുകളുണ്ട്. അതൊന്നും ആവരുത് ഒരു വിദ്യാർത്ഥി തുടക്കത്തിൽ അവൻ അഖീദ പഠിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന കിതാബുകൾ എന്താ പറയുന്നത്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്, ഈ ലോകത്തിന് തുടക്കമില്ല എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം എന്താണ്, ഈ ലോകത്തിന് തുടക്കമുണ്ട്. കാനല്ലാഹു വലം യകുൻ ഷൈഉൻ ഖബ്ലഹു, അല്ലാഹു തആലാന് മുമ്പ് അല്ലെ വലം യകുൻ ഷൈഉൻ മഅഹു അല്ലെ വലം യകുൻ ഗൈറുഹു, അല്ലാഹു അല്ലാത്തൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് തന്നെ അല്ലാഹു തആല ഉണ്ട്. പിന്നീടാണ് അല്ലാഹു തആല ലോകത്തെ പടച്ചത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മുടെ വിശ്വാസം തന്നെയാണ്. അപ്പോൾ ലോകത്തിന് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. ലോകം വെറും പൂജ്യത്തിലായിരുന്ന, സീറോ ആയിരുന്ന, അത് ലോകമില്ലാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നീട് എന്ത് ചെയ്തു, ആ അവസ്ഥ അല്ലാഹു തആല അതിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ വിശ്വാസം ലോകത്തിനൊരു എന്തുണ്ട്, ആദ്യമുണ്ട്, അതിനൊരു അവസാനവുമുണ്ട്. ആദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ലോകത്തിന് അതിന് മുമ്പ് എന്തായിരുന്നു, അത് ലോകമില്ലാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ അല്ലാഹു തആല പടക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അല്ലാഹു തആലാന്റെ ഉദ്ദേശം കൊണ്ട്. എന്നാൽ ഇവർ ഇബ്നു സീന അതുപോലെ തന്നെ ഇബ്നു റുഷ്ദ് തുടങ്ങിയതായിരിക്കുന്ന അവർക്ക് വലിയ വലിയ ഫിലോസഫർമാരാണ്, സംഭവം ശരി തന്നെ. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗസാലി ഇമാം ഇവരുടെ മൂന്ന് വാദങ്ങൾ കുഫ്രിയത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇവരുടെ മൊത്തം വാദങ്ങൾ, ഈ ഫലാസിഫത്തിന്റെ മൊത്തം വാദങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മക്കാസിദുൽ ഫലാസിഫ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കി. അതിൽ വളരെ വ്യക്തമായ നിലക്ക് അവരുടെ വാദങ്ങളെല്ലാം അതിൽ രേഖപ്പെടുത്തി. എന്നിട്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ട് മറ്റൊരു കിതാബ് ഉണ്ടാക്കി, തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറഞ്ഞുകൊണ്ട്. അതിലെന്താ ചെയ്തത്, ഇവരുടെ വാദങ്ങൾ ഓരോന്ന് ഗണ്ണിച്ച് 20ഓളം വാദങ്ങൾ അനിസ്ലാമികമായതുണ്ട് എന്നും തെറ്റാണ് എന്നും ബുദ്ധിക്കോ പ്രമാണത്തിന് നിരക്കാത്തതാണെന്നും 3 കാര്യങ്ങൾ ഈ ഫലാസിഫ ഇബ്നു റുഷ്ദ് അതുപോലെ തന്നെ ഫാറാബി തുടങ്ങിയതായിരിക്കുന്ന ഇബ്നു സീന പോലെ ആയിരിക്കുന്ന ആളുകളുടെ 3 വിശ്വാസങ്ങൾ അത് കുഫറാണ് എന്നും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹമദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തൊക്കെയാണത്, ഈ ലോകം അനാദിയാണ് എന്നുള്ള അവരുടെ വാദം അത് കുഫറാണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി. അതായത് അൽ ആലമു ഖദീമുൻ, ലോകം അനാദിയാണ്, അതിന് തുടക്കമില്ല. ഇന്നത്തെ മാർക്സിസ്റ്റുകൾ അതുപോലെ തന്നെ ലെനിനിസ്റ്റുകൾ, യുക്തിവാദികളൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം തന്നെയാണ്. അതായത് അവര് അത് തനിയെ ഉണ്ടായതാണെന്ന് പറയുന്നു, തനിയെ ഉണ്ടായതാണെന്ന് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവരെന്താ വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചാൽ, ഇബ്നു റുഷ്ദും ഫാറാബിയൊക്കെ വിശ്വസിക്കുന്നത് ദൈവം തന്നെയാണത്, അതിന്റെ ദൈവത്തോടു കൂടെ തന്നെ ഉണ്ടായത്, ദൈവത്തിന്റെ ഉദ്ദേശമില്ലാതെ കണ്ടുണ്ടായതാണ്. ഒരാൾ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ ഉദ്ദേശമില്ലാതെ തന്നെയാണ് അയാളുടെ ചിത്രം കണ്ണാടിയിൽ പതിയുന്നത്. അയാൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും അയാളുടെ ചിത്രം കണ്ണാടിയിൽ പതിയും. ഇതുപോലെ ദൈവത്തിന്ന് ഉണ്ടായത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത്. ഇതാണിപ്പോ ഇസ്ലാമിക് ഫിലോസഫർമാരെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. എന്നാൽ ഈ യുക്തിവാദികളും മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരൊക്കെ എന്താ പറയുന്നത്, ഈ ലോകം അത് അനാദിയാണ്, അത് തനിയെ ഉണ്ടായതാണ്, അതിനൊരു ഒരു രണ്ടാമതൊരു ശക്തിയുടെ പുറത്തുള്ള ശക്തിയിൽ നിന്ന് അത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അതുപോലെ ഈ ലോകം അനാദിയാണ് എന്നുള്ള വാദം തന്നെ ഇസ്ലാമിനെതിരാകുന്നു.
അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതാ പറഞ്ഞത്. ഈ ലോകത്തിന് തുടക്കമില്ല എന്നുള്ള വിശ്വാസം കുഫറാകുന്നു, കുഫ്രിയത്താകുന്നു. ഒരു കാര്യതാണ് അവരെ കാഫറാക്കിയ ഒരു കാര്യത്. രണ്ടാമതായിട്ട് അവരെ ഈ ഫലാസിഫത്തിന് ഇസ്ലാമിക് ഫിലോസഫർമാരുടെ രണ്ടാമത്തെ കുഫർ മഹാനവർകൾ എണ്ണിയത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൊത്തത്തിലുള്ള കാര്യങ്ങളെ അറിയുള്ളൂ, വിശദാംശങ്ങൾ അല്ലാഹു തആലക്ക് അറിയില്ല. അതായത് അല്ലാഹു തആലക്ക് ജുസിയാത്തിനെ കൊണ്ടുള്ള ഇൽമില്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഓരോ ഇഞ്ചി സർവ്വ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആലക്ക് അറിയും, അതില്ല. അല്ലാഹു തആല മൊത്തം കാര്യങ്ങളെ അറിയുള്ളൂ എന്നവർ പറഞ്ഞു. അതും ഇസ്ലാമിന് നിരക്കാത്ത, പ്രമാണങ്ങൾക്ക് നിരക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് കുഫറിന്റെ വാദമാണ് എന്ന് മഹാന അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ. മൂന്നാമതൊരു കാര്യം, പരലോകം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജഡത്തെ, നമ്മുടെ ഈ ശരീരത്തോടു കൂടെയുള്ള ആയിരിക്കുന്ന പരലോകമല്ല, അത് വെറും ആത്മീയമായിരിക്കുന്ന ഒരു ലോകമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? ആത്മീയം, അതായത് റൂഹിന്, നമ്മുടെ ആത്മാവിന് മാത്രമേ അങ്ങനെ ഒരു മടക്കമുള്ളൂ. നമ്മുടെ ഈ ശരീരം നാം മരിച്ചു കഴിഞ്ഞാൽ അത് മണ്ണായി കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് അത് മണ്ണ് വേറൊരു പിന്നെ മരങ്ങളോ വസ്തുക്കളോ ഒക്കെ ഉണ്ടായി, അത് വീണ്ടും വേറൊരു മൃഗം ഭക്ഷിച്ച് ആ മൃഗത്ത് വീണ്ടും മണ്ണായി, ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നല്ലാതെ ഈ ഭൗതിക ജഡം ഒരിക്കലും പുനർജനിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആത്മാവിന് മാത്രമേ പരലോകം പുനർജന്മമുള്ളൂ, ഒരു മടക്കം ആദുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി. 20ഓളം കാര്യത്തിൽ അവർക്ക് ഭേദം സംഭവിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാര്യത്തിൽ ഒരു കുഫറും ഉണ്ട് എന്ന് വളരെ വ്യക്തമായി. അല്ലാത്ത കാര്യങ്ങളൊക്കെ തബിയാത്ത്, റിയാദിയാത്ത്, ഫിസിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് തുടങ്ങിയതായിരിക്കുന്ന വകുപ്പിലൊക്കെ നമുക്ക് അവരും നമ്മുടെ വാദങ്ങളൊന്നും നമുക്ക് അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു വിജ്ഞാനം എന്ന നിലയ്ക്ക് നമുക്ക് കാണാം. പക്ഷേ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് ഫിലോസഫർമാരെക്കാളും കൂടുതൽ ഫൽസഫ അറിയാവുന്ന മഹാനായിരിക്കുന്ന അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാതെ ഇതിലൊക്കെ ഈ ആശയങ്ങളൊക്കെ കുത്തിച്ചെലുത്തപ്പെട്ടായിരിക്കുന്ന പല സംസാരങ്ങളും അടങ്ങിയ പല കിതാബുകളും ഉണ്ട്. അത് ആ വിഷയത്തിൽ നൈപുണ്യം നേടിയ വ്യക്തികൾക്കല്ലാതെ അത് വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത്തരം കിതാബുകൾ ആവരുത് ഒരു വിദ്യാർത്ഥി തന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്റെ അഖീദ പഠിക്കാൻ, ദീനിന്റെ അസുരുകൾ പഠിക്കാൻ സ്വീകരിക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റളിയല്ലാഹു തആലാന്റെ നസീഹത്ത്. ശബ്ദം കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരാളുമില്ല. ശബ്ദം കേൾക്കുന്നില്ലേ എല്ലാവരും? വല്ലഹദൽ മുബ്തലി ജുഹദഹു അൻ യാഖുദു ഉസൂല ദീനിഹി മിനൽ കുതുബി അല്ലത്തി ഹുഷിയത്ത് ബികലാമിൽ ഫലാസിഫത്തി. ഫലാസിഫത്തിന്റെ കലാം കൊണ്ട് നിറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്ന് അവന്റെ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പിടിക്കുന്നതവൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. വൗല മുഅല്ലിഫുഹ, മാത്രമല്ല അതിന്റെ മുസന്നിഫുകൾ, അതിന്റെ ഗ്രന്ഥകർത്താക്കൾ പൂണ്ടുപിടിച്ചിരിക്കുന്നു ബിനഖലി ഹവസിഹിം, എന്നുവെച്ചാൽ അവർക്ക് പ്രത്യേകമായ താല്പര്യത്തോടു കൂടെ അവരുടെ ഈ ഭ്രാന്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചില കിതാബിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ഹവസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജുനൂൻ, ഒരു ഭ്രാന്ത്, ഹവസ് എന്ന് പറഞ്ഞാൽ നോമിനൽ ജുനൂൻ എന്നല്ല, അതിന് ഉണ്ടല്ലോ അത്തരം അവരുടെ ഹവസുകളൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നു, ഉദ്ധരിച്ചുകൊണ്ട് നിറക്കപ്പെട്ട ചില കിതാബുകളൊക്കെ ഉണ്ട്. അത്തരം കിതാബുകൾ ആവരുത്. നമ്മൾ പറഞ്ഞ മാതിരിയുള്ള ഈ ലോകത്തിന് എന്തില്ല, ആദ്യമില്ല, അത് അനാദിയാകുന്നു, അതിന് അവസാനവുമില്ല ആദ്യവുമില്ല തുടങ്ങിയതായിരിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അവർക്ക് ഗണ്ണിക്കാനാണെങ്കിൽ പോലും അതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വേർതിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരം കിതാബുകൾ കൊടുക്കരുത്. ബിനഖലി ഹവസിഹിം, ഹവസ് എന്ന് പറഞ്ഞതാണ്. ഹവസ് എന്ന് പറഞ്ഞാലേ അതായത് ഒരു തരം ഭ്രാന്തിനിക്കാണ് അതായത് മോശപ്പെട്ടതായിരിക്കുന്ന അവരുടെ സംസാരങ്ങൾ എന്നല്ല, കുഫ്രിയത്ത് അടക്കമുള്ളതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് എന്താക്കുന്നു, അത് അനാദിയാവും തുടങ്ങിയതായിരിക്കുന്നേ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് അവന് സ്വന്തം ഇഷ്ടം അനുസരിച്ചു അവന്റെ ഇഖ്തിയാർ കൊണ്ടല്ല ലോകമൊന്നും ഉണ്ടായത്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഒരാൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആളുടെ ചിത്രം കണ്ണാടിയിൽ പതിയുന്നത് ആളുടെ ഇഷ്ടം കൊണ്ടല്ല. സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ പ്രകാശം ലോകത്ത് എത്തുന്നത് ഒരാളുടെ ആ സൂര്യന്റേതായിരിക്കും പ്രത്യേകമായ ഇഷ്ടാനിഷ്ടത്തിന് അവിടെ എന്തില്ല, സ്ഥാനമില്ലാത്തതുപോലെ ലോകമൊക്കെ അങ്ങനെ തനിയെ ഉണ്ടാതാകുന്നു, അവനിൽ നിന്നും ഉണ്ടാതാകുന്നു, അള്ളാഹു നിന്നും ഉണ്ടാതാകുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു തആലാക്ക് അതിൽ എന്തില്ല, കാര്യമായ റോളൊന്നുമില്ല
അവന്റെ ഇഖ്തിയാർ കൊണ്ടോ അവന്റെ ഇറാദത്ത് കൊണ്ടോ അല്ല സൃഷ്ടിക്കപ്പെട്ടത് തുടങ്ങിയതായിരിക്കുന്ന വളരെ മോശപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഗ്രന്ഥകർത്താക്കൾ അതിൽ ആ കിതാബിലൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, അതിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. വമാഹുവ കുഫുറുൻ സരീഹുൻ, മാത്രമല്ല പ്രത്യക്ഷമായിരിക്കുന്ന കുഫുർ അടക്കമുള്ള വിഷയങ്ങളും അതിലുണ്ട്. മിനഖായിദിഹിം, ഇവരുടെ അതായത് ഈ ഫിലോസഫർമാരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യക്തമായ കുഫുർ അടങ്ങുന്ന കിതാബുകളും നാം എടുക്കുക. അല്ലത്തി സതറു നജാസതഹ, അവർക്കുള്ള ആ വൃത്തികേടിനെ അവർ മറച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ ജരാസത്തിന് അതിന്റെ വൃത്തികേടിനെ അവർ മറച്ചു വെച്ചിരിക്കുന്നു. ബിമാ യംബഹിമു അലാ കസീരിൻ മിൻ ഇസ്തിലാഹാത്തിഹിം, ഒരുപാട് ആളുകളുടെ മേൽ അത് ആ വിഷയം അവ്യക്തമാവുന്ന രീതിയിൽ അവരുടെ ആ വൃത്തികെട്ടതായിരിക്കുന്ന വിശ്വാസങ്ങളൊക്കെ അതിൽ മറച്ചു വെച്ചിട്ടുണ്ട് ആ കിതാബുകളില്. മിൻ ഇസ്തിലാഹാത്തിഹിം വൈബാറാത്തിഹിം, അവരുടെ ചില പ്രത്യേകമായിരിക്കുന്ന സാങ്കേതികമായ പ്രയോഗങ്ങൾ, വൈബാറാത്തിഹിം അവരുടെ ഉദ്ധരണികൾ, അല്ലത്തി അക്സറുഹ, അതിൽ മിക്കവാറും കാര്യങ്ങൾ അസ്മാവും ബിലാ മുസമ്മയാത്തിന്, അർത്ഥങ്ങളില്ലാത്ത വെറും നാമങ്ങൾ, ഇസ്മുകൾ മാത്രമാണ്. അതിന്റെ മുസമ്മ അതായത് അതിന് മാനയില്ല, അർത്ഥങ്ങളില്ലാത്ത വെറും പേരുകൾ മാത്രമാണ്. അപ്പൊ പല പേരുകൾ കൊടുത്തുകൊണ്ട് അവരുടെ ചീത്ത വിശ്വാസങ്ങൾ, പല പുതിയ നാമങ്ങൾ നൽകിയിട്ട് അവര് ആ ഗ്രന്ഥത്തിലൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് അതൊന്നും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധ്യമാവുകയില്ല. ഫദാലിക കുതുബുൽ ഇമാം റാസി ഫി ഇൽമിൽ കലാമി വ തവാലിൽ ബൈളാവി, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം ബൈളാവി തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങളെ പോലെ, ബൈളാവി ഇമാമിന്റെ തവാലി എന്ന ഗ്രന്ഥം പോലെ, വമൻ ഹദാ ഹദവഹുമാ ഫീ ദാലിക, ഈ വിഷയത്തിൽ അവരുടെ തുടർന്നതായിരിക്കുന്ന മറ്റും വേറെയും ചില ഉലമാ ഒക്കെ ഉണ്ട്. അവിടെ ഗ്രന്ഥം എന്തരുത്, അവർ അതായത് ഇത്തരം ആളുകളുടെ വാദങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് അവർക്ക് ഗണ്ണിക്കാൻ വേണ്ടി ഫഖ്റുദ്ദീൻ റാസി അതുപോലെ തന്നെ ഇമാം ബൈളാവി തുടങ്ങിയായിരിക്കുന്ന മഹാന്മാരൊക്കെ തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ഒരുപാട് ആളുകൾ, അർമവി, സാദുദ്ദീൻ തഫ്താസാനി തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പല കിതാബുകളും രചിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്കൊന്നും പ്രവേശിക്കരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമാം അബുൽ ഹസൻ അശ്ശരി ഇമാമിന്റെ കാലശേഷം മുഅ്തസിലത്തിന്റെ വാദങ്ങളൊക്കെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം ഉണ്ടാക്കി. അതിനുശേഷം ഇവരെന്ത് ചെയ്ത് വേറൊരു കുപ്പായിട്ട് കൊണ്ടാണ് പിന്നീട് അവർ വന്നത്. ഫലാസിഫത്തിന്റെ അതായത് ഈ ഫിലോസഫർ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസങ്ങൾ പല മേമ്പൊടികളും ചേർത്തുകൊണ്ട് അവർ പുതിയ രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഗണ്ണിക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബൈളാവിയെ പോലായിരിക്കുന്ന മഹാന്മാര് അവരുടെ വാദം കിതാബിൽ എടുത്തു കൊടുക്കുകയും എന്നിട്ട് അതിനെ ഗണ്ണിക്കുകയും ചെയ്തത്. അത് ആ ഘട്ടത്തിലെത്തുമ്പോൾ അതൊക്കെ ഉപകാരമുള്ളത് തന്നെയാണ്. അല്ലാതെ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയോ ഇമാം ബൈളാവി തങ്ങളെയൊന്നും ആക്ഷേപിക്കലല്ല ഉദ്ദേശിക്കുന്നത്, അവരെ വിമർശിക്കലല്ല ഇവിടെ ഉദ്ദേശമുള്ളത്. അവരുടെ കിതാബുകൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരം കിതാബുകളിലൂടെയല്ല അവരുടെ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്ന് മാത്രമാണ്. അല്ലാതെ മഹാന്മാരായിരിക്കുന്ന ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നതല്ല, വിമർശിക്കുകയല്ല. അത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പിന്നെ അടുത്തത് ഈ ഫൽസഫക്കാരുടെ കലാമിനോട് സഹവസിക്കൽ കൊണ്ട് പ്രത്യേകമായ ഒരു താല്പര്യം ജനിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ കുറവാണ് വിജയിച്ചിട്ടുള്ളത്. അതായത് ഈ ഫലാസിഫത്തിന്റെ സംസാരങ്ങൾ, ഫിലോസഫർമാരുടെ അവരുടെ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ എപ്പോഴും അവരെ കാര്യങ്ങൾ അവരെ വിഷയങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിജയിക്കൽ കുറവാണ്. ഔ യകൂന ലഹു നൂറു ഈമാനിൻ ഫീ ഖൽബിഹി ഔ ലിസാനിഹി, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലും അവരുടെ നാവിലൊക്കെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ പ്രകാശം ഉണ്ടായിരിക്കുക എന്നുള്ളത് കുറവാണ്. മുസ്ലിം ചോദിക്കുക, അള്ളാഹുവിന്റെയും റസൂലിനോടും എതിരുള്ള അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചായിരിക്കുന്ന ആളുകൾ എങ്ങനെ വിജയിക്കാനാണ്? എങ്ങനെയാ വിജയിക്കാനാണ്? അതായത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പ്രഖ്യാപിച്ചതായിരിക്കുന്ന ആളുകൾ എങ്ങനെ വിജയിക്കാനാണ്? അത്തരം ആളുകൾക്ക് ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല. വഖറഖ ഹിജാബൽ ഹൈബത്തി, ഹൈബത്തിന്റെ ഗാംഭീര്യത്തിന്റെ മറ അവര് വലിച്ചു കീറിയിരിക്കുന്നു. നബദ ശരീഅത്ത വറാ ദഹരിഹി, ശരീഅത്തിന്റെ ശരീഅത്ത് നിയമങ്ങളെ, ഇസ്ലാമിക ശരീഅത്തിനെ അവരുടെ പിൻഭാഗത്തേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ട്. അവര് പുറത്തേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ വറാ ദഹരി വെച്ചാല് തന്റെ മുതുകിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാല് അവര് പിന്തള്ളിയിട്ടുണ്ട്. ശരീഅത്തിനെ പിന്തള്ളുകയും ആ ഒരു ഹൈബത്തിന്റെ
ഏതൊരു വിഷയത്തിനും ഒരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യത്തിന്റെ മറ പൊളിക്കുകയും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഒക്കെ ശത്രുത വെച്ച് പുലർത്തുകയും ചെയ്ത ആളുകൾ എങ്ങനെ വിജയിക്കാനാണ്? അതാണ് ഈ ഫലാസിഫത്തിന്റെ കാര്യമാണിത്. അപ്പൊ അത്തരം ആളുകളുടെ സംസാരങ്ങളൊക്കെ ഉള്ള കിതാബുകൾ നോക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വഖാല ഫി ഹഖ് മൗലാന ജല്ല വഅസ്സ, എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പ്രവാചകന്മാരെ കുറിച്ചും അവര് എന്ത് ചെയ്തിട്ടുണ്ട്? പറയുകയും ചെയ്തിട്ടുണ്ട്. മാ സവ്വലത്ത് ഫി ഹഖ് റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം മാ സവ്വലത്ത് ലഹു നഫ്സുൽ അമ്മാറത്തു ബിസൂഇ, ചീത്ത എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ശരീരത്തിന് ഭംഗിയായി തോന്നിയ കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെയും അവന്റെ റസൂലിന്റെയും അള്ളാഹു തആലാക്ക്, അതായത് ഇപ്പോ ഈ മുഅ്തസിലത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്, മുഅ്തസിലാക്കളൊക്കെ എന്ത് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നിലക്കും അവൻ ഏകനായിരിക്കണം, അവന് എന്തില്ല, ഇൽമ് എന്ന് പറയുന്ന ഒരു അറിവ് എന്ന് പറയുന്ന ഒരു ഗുണമില്ല, അതുപോലെ ഖുദ്റത്ത് തുടങ്ങിയതായിരിക്കുന്ന സിഫത്തുകളൊന്നുമില്ല. സിഫത്തുകളൊക്കെ അള്ളാഹു തആലാക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവന് ഗുണങ്ങൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? അത് അനവധി ദൈവങ്ങളായി പോകും. അള്ളാഹു തആല ആലിമ എന്ന് പറഞ്ഞാല് അപ്പോ അള്ളാഹു ആലിമാണ്, ഖാദിറാണ്, മുരീദാണെന്നൊക്കെ പറഞ്ഞാൽ 3 ദൈവമായി പോയി. ആലിമ എന്ന് പറഞ്ഞാൽ വേറൊരു ഇലാഹായി, ഖാദിർ എന്ന് പറഞ്ഞാൽ വേറൊരു ഇലാഹായി, മുരീദ് എന്ന് പറഞ്ഞാൽ വേറൊരു ഇലാഹായി, സമീഉ എന്ന് പറഞ്ഞാൽ വേറൊരു ഇലാഹായി. അങ്ങനെ സിഫത്തിനനുസരിച്ച് ഇലാഹു കൂടുന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചത്. ഒരാളുടെ ഗുണമനുസരിച്ചുകൊണ്ട് ആള് കൂടുവോ? ഒരാൾ പോലും നമ്മൾപ്പെട്ട ഒരാള്, നമ്മളൊക്കെ ഇപ്പൊ അധിക പേരും എന്തായിരിക്കും? നല്ലൊരു ഭർത്താവായിരിക്കും. അതുപോലെ തന്നെ ആ ഭർത്താവുന്ന സന്ദർഭത്തിൽ അവനൊരു പിതാവായിരിക്കും, അതുപോലെ തന്നെ അവനൊരു അമ്മാവനായിരിക്കും, അല്ലെങ്കിൽ ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ അവന് നല്ലൊരു ഒരു പ്രഭാഷകനായിരിക്കും, അല്ലെങ്കിൽ ഗായകനായിരിക്കും. അതുകൊണ്ട് ആള് കൂടുന്നുണ്ടോ? ഗുണങ്ങളാണ് കൂടുന്നത്. എന്നാൽ ഇവരൊക്കെ എന്ത് മനസ്സിലാക്കി? ഒരാളുടെ ഗുണം കൂടുന്നതിനനുസരിച്ചാൽ അതിന് ആളെ തടി കൂടും. മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നല്ലോ, നമ്മളാ യുക്തിവാദി ഒന്ന് ബന്ധു പറഞ്ഞ് അള്ളാഹു തആലാനെ സംബന്ധിച്ചുകൊണ്ട് ഖാലിഖ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണായിലെച്ച ഒരാൾ വെളുത്തതുമാണ്, ഒരാൾ നീണ്ടതുമാണെന്ന് പറയുമ്പോൾ രണ്ടെണ്ണാവോ? ഇല്ല. അയാൾ വെളുത്തവനാണ്, നീണ്ടവനാണെന്ന് പറഞ്ഞാൽ അത് ഗുണമാണ്, രണ്ടെണ്ണാവൂല. അപ്പൊ ബൈബിൾ സ്ഥാപനം ജോലിക്കും ചെയ്തല്ലോ. അപ്പൊ ഇതുപോലെ ചില അന്ധവിശ്വാസികളുണ്ട്. ഗുണങ്ങൾ ഏറുന്നു എന്നുള്ളത് കൊണ്ട് അവർ എന്ത് മനസ്സിലാക്കി? തടികളും കൂടുകയാണ്. അതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ നിഷേധിച്ച് കേട്ടോ. അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ നിഷേധിച്ചവര്. അള്ളാഹു തആല അലീമാണ്, അള്ളാഹു തആലക്ക് അറിവുണ്ട്, പക്ഷെ അറിവ് എന്ന് പറഞ്ഞ ഗുണമുണ്ട് എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാത്ത, പ്രമാണത്തിന് യോജിക്കാത്തായിരിക്കുന്ന പല കാര്യങ്ങളും ഇത്തരം ആളുകൾ എഴുതിവിട്ടിട്ടുണ്ട്. അപ്പോ അവർ അള്ളാഹുവിനെ കുറിച്ചുകൊണ്ടും അവന്റെ പ്രവാചകനെ കുറിച്ചുകൊണ്ടൊക്കെ എന്ത് പറഞ്ഞ്? മാ സവ്വലത്തുലഹു നഫ്സുൽ അമ്മാറത്തു ബിസൂഇ, ചീത്ത കൽപ്പിക്കുന്ന അവന്റെ ശരീരം ഭംഗിയാക്കി തോന്നിക്കുന്നതൊക്കെ അവർ പറഞ്ഞു വിട്ടു. മിൻഹുബ്ബിർ റിയാസത്തി, മേധാവിത്വത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട്. ഇതൊക്കെ പറഞ്ഞുകയാണെങ്കിൽ ഫലാസിഫത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാല്, അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇവരെ നേതാവാക്കും. വൽ ഹംഖാ, അതുപോലെ തന്നെ വിഡ്ഢികളുടെ അല്ലേ, വഹുബ്ബിൽ അഗ്റാബി അലന്നാസി, എവിടെ വഹുബ്ബിൽ അഗ്റാബി അലന്നാസി ബഹിമു അല കസീരിൻ മിൻ, അതെ, സവ്വലത്തു ലഹു നഫ്സുഹുൽ ഹംഖാഉ എന്നാണ്. സവ്വലത്തു ലഹു നഫ്സുഹുൽ ഹംഖാഉ എന്നാണ് കേട്ടോ. ഇതിലെങ്ങനെയുള്ളത്? സവ്വലത്തു നഫ്സുഹു അൽ ഹംഖാഉ മിൻ ഹുബ്ബിർ റിയാസത്തി, അവന്റെ മേധാവിത്വം സ്നേഹിച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ ഈ ഫിലോസഫുകള് ഫലാസിഫത്തിന്റെ സംസാരങ്ങളൊക്കെ അവര് വലിയ ആശയം കൽപ്പിച്ചുകൊണ്ട് അത് അവർ കുത്തി നിറച്ചിട്ടുണ്ട് അവരുടെ വിഷയത്തിലൊക്കെ. മാ സവ്വലത്തുലഹു അൽ ഹംഖാ, അവരുടെ വിഡ്ഢി. ആ സംശയങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. മാ സവ്വലത്തുലഹു നഫ്സുഹു, അവരുടെ ശരീരം ഭംഗിയാക്കി തോന്നിപ്പിച്ചതൊക്കെ അവർ എഴുതി. ആ ഉലഹി വഹമുൽ മുഖ്തൽ, അവന്റെ ഏത് ബാധിച്ച് ആശയഭംഗം ബാധിച്ചതായ അവന്റെ ഊഹം അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ പല ഊഹത്തിനനുസരിച്ചുകൊണ്ടും അവന്റെ മോശമായിരിക്കുന്ന ശരീരത്തിന്റെ തേട്ടത്തിനനുസരിച്ചുകൊണ്ടും അള്ളാഹിനെ സംബന്ധിച്ചുകൊണ്ടും പ്രവാചകന്മാരെ സംബന്ധിച്ചുകൊണ്ടും പലതും അവന് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വിട്ടിട്ടുണ്ട്. വലക്കത് ഖദല ബാദുന്നാസി, ചില ആളുകൾ നിന്ദ്യരായിരിക്കുന്നു. ഫതറാഹു,
ആ ആളുകളെ നീ കാണുന്നതാണ് യുഷരിഫു കലാമൽ ഫലാസിഫത്തിൽ മൽഊനീന, ഈ ശപിക്കപ്പെട്ടതായിരിക്കുന്ന കോപ്പി ചെയ്തരാ വലക്കത് ഖദല ബഅദുന്നാസി, ചില ആളുകൾ വളരെ നിന്ദ്യരായിട്ടുണ്ട്. ഫതറാഹു, ആ ആളുകളെ നീ കാണും, യുഷരിഫു കലാമൽ ഫലാസിഫത്തിൽ മൽഊനീന, ഈ ശപിക്കപ്പെട്ടതായിരിക്കുന്ന പ്പെട്ടവരായ ഫലാസിഫത്തിന്റെ ഫിലോസഫർമാരുടെ സംസാരത്തിന് അവർ വലിയ ഔന്നിത്യം കൽപ്പിക്കും. വയുഷരിഫുൽ കുത്തുബല്ലത്തി താറത്ത് വയുഷരിഫുൽ കുത്തുബ, ചില കിതാബുകൾ അവര് പ്രാമുഖ്യം കൊടുക്കും, അതിനവര് പൊക്കിവെക്കും. അല്ലത്തി, എങ്ങനത്തെ കിതാബുകൾ താറളത്തിൽ നഖ്ലി കസീരി മിൻ ഹംഖായിഹിം, ഈ ഫലാസിഫത്തിന്റെ ഈ ഫിലോസഫർമാരുടെ വിഡ്ഢിത്തങ്ങളൊക്കെ ഒരുപാട് കുത്തി നിറച്ച കിതാബുകളൊക്കെ അവർ വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ പൊക്കി വെക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്തരം ആളുകളുടെ കിതാബിനെ അവർ പൊക്കി വെക്കുന്നതും ഇവരുടെ സംസാരത്തിന് വില കൊടുക്കുന്നതും? ലിമാ തമക്കന ഫീ നഫ്സിഹിൽ അമാറത്തി ബിസ്സൂഇ മിൻ ഹുബ്ബി റിയാസത്തി, ഇവരുടെ ആയിരിക്കുന്ന ഈ വളരെ മോശപ്പെട്ടതായ ചീത്ത കൊണ്ട് കൽപ്പിക്കുന്നതായ ഇവരുടെ ശരീരത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതിനു വേണ്ടി മിൻ ഹുബ്ബി റിയാസത്തി, മേധാവിത്വ സ്ഥാനം, വഹുബ്ബിൽ ഗിറാബി അലന്നാസി, ജനങ്ങളുടെ മേല് ഈ പുതുമ സൃഷ്ടിക്കുക. അങ്ങനെയാണല്ലോ ഏത് പുത്തൻ ചിന്താഗതിക്കാരുടെയും അവരുടെ ആശയത്തിലേക്ക് എന്തുണ്ടായിരിക്കും? ആളുകളെ വശീകരിക്കാൻ ഉതകുന്ന ഒരു പുതുമ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടായിരിക്കും. ആ പുതുമ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുക? ആളുകളൊക്കെ ക്ഷണിക്കുക. അപ്പം ജനങ്ങളുടെ മേൽ പുതുമ ഉണ്ടാക്കാൻ വേണ്ടി അതിന് പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ടും നേതൃസ്ഥാനം ലഭിക്കാൻ വേണ്ടിയും ഇത്തരം ആളുകൾ എന്ത് ചെയ്യും? അന്നത്തെ കാലഘട്ടത്തിൽ ഫലാസിഫത്ത് എന്ന് പറഞ്ഞാൽ വലിയ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെന്നുള്ള രീതിയിലാണ്. ഇന്നിപ്പോ ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇസ്ലാമിന്റെ തത്വപ്രമാണങ്ങൾക്ക് എതിരായിട്ട് പോലും അതിനേക്കാളും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഏതിനാണ്? ശാസ്ത്രം കണ്ടുപിടിച്ച ചില അനുമാനങ്ങൾക്കാണ്. ശാസ്ത്രം താൽക്കാലികമായി അവരുടെ ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ എത്തിപ്പെട്ടതായിരിക്കുന്ന അനുമാനങ്ങൾക്ക് ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും അവർ വില കൽപ്പിക്കുന്നത് നമുക്ക് പലരുടെയും പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ അന്നത്തെ മുസന്നിഫിന്റെ കാലഘട്ടത്തിലായിരിക്കുന്ന അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരാണ് ഈ ഫലാസിഫത്ത്. അവരുടെ സംസാരങ്ങളൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ മേൽ എന്ത് ചെയ്യുക? അവരെ ഒരു പുതുമ അവരിൽ ഉണ്ടാക്കി തീർത്തുകൊണ്ട് അതിലേക്ക് ആകൃഷ്ടരാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് അവർ ഇവരുടെ സംസാരങ്ങൾക്ക് ഒരു പുതുമയും പ്രാധാന്യമൊക്കെ നൽകിയിട്ട് പൊക്കി വെക്കാറുണ്ട്. അത്തരം ആളുകൾ വളരെ നിന്ദ്യരായിരിക്കുന്നു. പിന്നെ ബിമാ യംബഹി വലാ കസീറു മിൻ ഇബാറാത്തി വസ്തിലാഹാത്തി യുഹിമുഹും, അവർ തോന്നിപ്പിക്കും അന്ന തഹതഹ ഉലൂമുൻ ദഖീഖൻ, ഈ ഫലാസിഫത്തിന്റെ ഈ ഫിലോസഫർമാരുടെ കിതാബുകൾക്കുള്ളിൽ വളരെ സാരവത്തായിരിക്കുന്ന അറിവുകളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവർ പല പ്രയോഗങ്ങളും പല സാങ്കേതിക പ്രയോഗങ്ങളും ഇബാറത്തുകളൊക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാരെ കബളിപ്പിക്കുന്നു. വഹിയ ലൈസ തഹത ഇല്ല തഖ്രീത്ത്, യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളിൽ എന്തില്ല? ജനങ്ങളെ കബളിപ്പിക്കലും അവരെ ആശയക്കുഴപ്പത്തിലാക്കലും മാത്രമാണ്. വൽ ഹവസു, ഒരുതരം ഭ്രാന്തുമാണ്. വൽ കുഫ്റുല്ലദീ ലാ യറല്ലാ അയഖുലുഹു ആഖിലുൻ, ബുദ്ധിയുള്ളവരാരും പറയാൻ തൃപ്തിപ്പെടാത്ത രീതിയിലായിരിക്കുന്ന കുഫറിന്റെ വാക്കുകളും ഇവ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന വാദങ്ങൾ മാത്രമേ ഇവരുടെ ഗ്രന്ഥത്തിലേക്കുള്ളൂ. പക്ഷെ ഇവർക്ക് മേധാവിത്വ സ്ഥാനം ഇവരിൽ അവരുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നതിന് വേണ്ടി ഇവർ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിന് ഒരു മഹത്വവൽക്കരിക്കുന്നതായ ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട്. അത്തരം ആളുകളൊക്കെ ഇന്നരായിരിക്കുന്നു. പിന്നെ മാത്രമല്ല ചിലപ്പോൾ എന്ന് മാത്രമല്ല ചില വിഡ്ഢികള് മുന്തിക്കുകയും ചെയ്യും. ഹവസഹും, ആരുടെ ഹവസിനെ? ഈ ഫലാസിഫത്തിന്റെ ഈ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ ഈ ഓരോ വിദണ്ഡവാദങ്ങൾ, ഇവരുടെ വിദണ്ഡവാദങ്ങൾ ഇവർക്ക് ഒരു പ്രത്യേകമായ പരിഗണന കൊടുക്കും, അല്ലെങ്കിൽ മുൻഗണന കൊടുക്കും. എന്തിനേക്കാൾ മുൻഗണന കൊടുക്കും? അലൽ ഇസ്തിഗാലി ബിമാ യഅനീഹി അല, അവനക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു ഇൽമുവായിട്ട് ശോകലാവുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം ആളുകൾക്ക് പ്രത്യേകമായ താല്പര്യം ഇവരുടെ ഈ ഫലാസിഫത്തിന്റെ ഗ്രന്ഥപാരായണത്തിലായിരിക്കും. റുബ്ബമാ യൂസിറു ബഅദൽ ഹംഖായി, ചില വിഡ്ഢികളായ ആളുകൾ എന്ത് ചെയ്യും? അവര് പ്രാഥമിക പരിഗണന നൽകും ഹവസവും ഈ ഫലാസിഫത്തിന്റെ ഈ തോന്നിവാസങ്ങൾക്ക്. അല്ലെ ഇസ്തിഗാൽ എന്തിനേക്കാൾ പ്രാമുഖ്യം നൽകും? അൽ ഇസ്തിഗാലി ബിമാ യഅനിഹി, ഇവനക്ക് അത്യാവശ്യമുള്ള കാര്യത്തിൽ ശോകലാവുന്നതിനേക്കാളും അല തഫഖ്ഹി ഫി ഉമൂരി ദീനി ഫുറൂഇ, ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിലും അതിന്റെ ശാഖാപരമായ കാര്യത്തിലൊക്കെ പഠനത്തിൽ മുഴുകുന്നതിനേക്കാളും കൂടുതൽ പ്രാമുഖ്യം ഏതിനൊക്കെ കൊടുക്കും? അവര് ഇത്തരം ആളുകളുടെ കിതാബിനൊക്കെ അവർ കൊടുക്കും. അലാത്തരി എങ്ങനെയാണ് അവര്? ഫി ഉമൂരി ദീനി അലാ തരീഖ് സലഫി സാലിഹി, സലഫു സാലിഹീങ്ങളായിരിക്കും നമ്മുടെ മുൻഗാമികളെ ഉലമായിന്റെ മാർഗത്തിലൂടെ
ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാമുഖ്യം ഇവർ ഇത്തരം ഗ്രന്ഥങ്ങൾക്ക് നൽകുന്നുണ്ട്. വേറെ ഹാദൽ ഹബീസ്. എന്നിട്ട് മാത്രമല്ല, അവർ മനസ്സിലാക്കുന്ന എന്താണോ, ഞങ്ങളാണിപ്പോ ലോകം തിരിയുന്ന ആളുകൾ. ഈ ഫിലോസഫർമാരുടെ അല്ലെങ്കിൽ ഗ്രീക്ക് തത്വശാസ്ത്രം രണ്ടുപേരി അല്ലെങ്കിൽ ബത്തൈമൂസിന്റെ അല്ലെങ്കിൽ അറസ്താതാലിസിന്റെ അരിസ്റ്റോട്ടലിന്റെ അല്ലെങ്കിൽ ഫ്ലാറ്റോയുടെ ഒക്കെ രണ്ട് വാചകങ്ങൾ പറഞ്ഞാലേ ഒരു സാഹിത്യകാരൻ എന്ന് മനസ്സിലാക്കുള്ളൂ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇവരുടെ വാക്കുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകി അത് വലിയൊരു മഹത്വവാക്യം പോലെ കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അതെ. അപ്പം ഇവരെന്താ മനസ്സിലാക്കുക വെച്ചാൽ ഇവരാണ് ലോകം തിരിഞ്ഞവര്, മറ്റുള്ളവർക്കൊന്നും ലോകം തിരിഞ്ഞിട്ടില്ല എന്നുള്ള. മുസ്തനിഫിന്റെ കാലം അത്രമാത്രം സങ്കീർണമായ ഒരു കാലഘട്ടമായിരുന്നു. ഇത്തരം ആളുകളുടെ കിതാബുകൾക്കൊക്കെ വലിയ പ്രാമുഖ്യം നൽകിയിട്ട് അതിന് വലിയ ഒരു സ്ഥാനമൊക്കെ നൽകിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഫസാദ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതാണ് മുസ്തനിഫ് ഇത്രമാത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അപ്പൊ പറയാ വേറെ ഹാദൽ ഹബീസു, ഈ വൃത്തികെട്ടവൻ കാണും, ഈ മോശപ്പെട്ടവൻ, ലിന്തിമാസി ബസീറത്തി, അവന്റെ കാഴ്ച, അവന്റെ അകക്കാഴ്ച മങ്ങിപ്പോയതിനു വേണ്ടി, അവന്റെ അകക്കാഴ്ച മങ്ങിപ്പോയതിനു വേണ്ടിയും ബാബി ഫദ്ലി മൗലാഹു തആല, റബ്ബിന്റെ ഔദാര്യത്തിന്റെ ആ വാതിലിനെ തൊട്ടുകൊണ്ട് അവൻ അകറ്റപ്പെട്ടതിന് വേണ്ടിയും ഇവന് കാണുന്നത് എങ്ങനെയാണ്? എന്തിനെ തൊട്ട് അവനെ ആട്ടി അകറ്റപ്പെട്ടു? ഇലാ ബാബി ഗളബിഹി, അള്ളാഹുവിന്റെ ഫദ്ലിന്റെ ബാബിനെ തൊട്ട് ആട്ടി അകറ്റപ്പെട്ടു. അവന്റെ ദേശത്തിന്റെ, അവന്റെ ഗളബിന്റെ ബാബിലേക്ക് അകറ്റപ്പെട്ടതായിരിക്കുന്ന ആളുകള് അവന്റെ അകക്കാഴ്ച മങ്ങിപ്പോയതിനു വേണ്ടി അവർ കാണുന്നുണ്ട്. എന്തിനെ കാണുന്നു? അന്നൽ മുസ്തഖ്ലീന ബിത്തഫഖുഹി ഫീ ദീനില്ലാഹിൽ അലീം, അള്ളാഹുവിന്റെ മഹത്തായ ദീനിൽ മതപരമായ വിഷയത്തിൽ പഠിക്കൽ കൊണ്ട് ജോലിയാകുന്നവരൊക്കെ തന്നെ എങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദീനാണ്? അൽ ഫവായിദ് ദുന്യവോഹറൻ, ദുന്യാവിലും ആഖിറത്തിലും വമ്പിച്ച ഫലങ്ങളുള്ള മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ പഠിക്കാനായും കൊണ്ട് ശോകലാകുന്നവരൊക്കെ തന്നെ അവർക്കൊക്കെ എന്താണ്? പൊട്ടന്മാരാണ്, അവർക്കൊന്നും തിരിയാത്തവരാണ്, ലോകം തിരിയാത്തവരാണെന്നാണ് ഇവനൊക്കെ മനസ്സിലാക്കുന്നത്. നാഹിസതക്കായി ബുദ്ധി കുറഞ്ഞവരാണ്, ലോകം തിരിയാത്തവരാണ്, വിഡ്ഢികളാണ്, പോയത്തക്കാരാണ് എന്നൊക്കെയാണ് ആര് മനസ്സിലാക്കുന്നത്? കുറച്ച് ഫിലോസഫർമാരുടെ വാചകങ്ങൾക്ക് രണ്ടും മൂന്നൊക്കെ കൂട്ടിയൊപ്പിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഇത്തരം ആളുകളുടെ ഒരു ധാരണ അതാണ്. വേറെ ഹാദൽ ഹബീസ് എന്ന് പറഞ്ഞത് അതാണ്. ഇത്തരം ആളുകൾക്ക് അങ്ങനെയാണ് ധരിക്കുന്നത്. ഫമാ അജ്ഹല ഹാദൽ ഹബീസ വാഖ്ബഹ സരീറത്തോ, എന്നാൽ ഈ വിഡ്ഢിയാണ്, അല്ലെ ഈ വൃത്തികെട്ടവനാണ് ഏറ്റവും വിവരമില്ലാത്തവൻ. വാഖ്ബഹ സരീറത്തോ ആമാ കൽബു, അവന്റെ ഉള്ളാണ് മോശമായിരിക്കുന്നത്, അവന്റെ കൽബാണ് അന്ധമായി പോയിരിക്കുന്നത്. പിന്നെ ഹത്താർ നൂറൻ, എന്നിട്ട് മോശമായത് മാത്രമല്ല അവന്റെ ഉള്ള് വളരെ മോശമായി. ഹത്താർ നൂറൻ, എന്നിട്ട് ഇരുട്ടിനെ വെളിച്ചമായിട്ട് അവൻ കാണുന്നു. ഇവന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇത്തരം ആളുകളുടെ കലാം സംസാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകും. അവരെ ഗ്രന്ഥങ്ങളാണ് നല്ല ഈ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഗ്രന്ഥങ്ങളൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ അവർ ഇരുട്ടിനെ വെളിച്ചമായി കണ്ടവരാണ്. വന്നൂറുൽമത്തൻ, വെളിച്ചത്തെ ഇരുട്ടായും കണ്ടവരാണ്. അതിന് മാത്രമുള്ള അന്ധത അവരെ ഹൃദയത്തിന് ബാധിച്ചുപോയി. അവരെ ഉള്ളൊക്കെ വളരെ മോശമായി വൃത്തികെട്ടവരായി തീർന്നു ഇത്തരം വിശ്വാസങ്ങളെ കൊണ്ട്. വമയുരിദില്ലാഹു ഫിത്നതഹു, അല്ലാഹു തആല ആരെങ്കിലും ഫിത്നയിലാക്കാൻ ഉദ്ദേശിച്ചാൽ ഫലം തംലിക ലഹു മിനല്ലാഹി ഷൈഅൻ, അള്ളാഹുവിന്റെ ആ ഇറാദത്ത് നടപ്പാക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒന്നും തന്നെ ഉടമയാക്കൂലല്ലോ. ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബുഹും, അത്തരം ആളുകൾ ഒരു വിഭാഗമാണ്. അല്ലാഹു തആല അവരെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, അവർക്ക് ഈ ദുനിയാവിൽ നിന്യതയുണ്ട്. വലഹും ഫിൽ ആഖിറതി, ആഖിറത്തിലെത്തിയാൽ അവർക്കുണ്ട് അദാബുൻ അളീം, വലിയ ശിക്ഷയും, വലിയതായിരിക്കുന്ന ശിക്ഷയും അവരെ ആഖിറത്തിൽ കാത്തിരിക്കുന്നുണ്ട്. സമ്മാവനലിൽ കദിബി, എന്തിലേക്ക് ചെവി കൊടുക്കുന്നവരാണ്? അസത്യമായിരിക്കുന്ന വാദങ്ങളിലേക്ക് അവർ ചെവി കൊടുക്കുന്നവരാണ്. അസത്യവാദങ്ങളിലേക്ക് അവര് ചെവി കൊടുക്കുന്നവരാണ്. അക്കാലൂനലിസ്സുഹ്തി, എന്തിനെ? ഹറാമിനെ ഭക്ഷിക്കുന്നവരുമാകുന്നു. കളവിലേക്ക്, അസത്യവാദങ്ങളിലേക്ക് ചെവി കൊടുക്കുന്നവരും അതിനെ പ്രചരിപ്പിക്കുന്നവരും
അക്കാലൂന ലിസ്സുഹ്തി, ഹറാമിയത്തിനെ ശറയിൽ നിഷിദ്ധമായതിനെ അവര് വല്ലാതെ ഭക്ഷിക്കുന്നതുമായിരിക്കുന്ന ആളുകളാകുന്നു ഇവര്. പിന്നെ സമ്മാവൽ കദിബി വാക്കാനുൽ സുഹ്തി നസ്അലുഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു നാം ചോദിക്കുന്നു, അല്ലാഹുവിനോട് നാം ചോദിക്കുന്നു. എവിടെ? നസ്അലുഹു സുബ്ഹാനഹു അയ്യുആമിലന, അല്ലാഹു തആല നമ്മോട് പെരുമാറലിനെ, വയുആമില ജമീഅ അഹിബ്ബത്തിന, നമ്മുടെ എല്ലാ സ്നേഹിതന്മാരോടും പെരുമാറലിനെ, അവന്റെ മഹല്ലു ഫള് കൊണ്ട് അവൻ എന്ത് ചെയ്യണം? നമ്മോട് മുആമലത്ത് ചെയ്യലിനെ. അള്ളാഹുവിന്റെ അദ്ല് കൊണ്ടല്ല, അള്ളാഹുവിന്റെ അദ്ല് കൊണ്ടല്ല, അവന്റെ ഫള് കൊണ്ട്, അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മോട് മുആമലത്ത് ചെയ്യലിനെ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു. ആമീൻ. യുൽതിഫ ബിജമീഇൽ മുഅ്മിനീന, എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ സത്യവിശ്വാസികളോടും അവൻ മയം കാണിക്കുന്നതിനെയും നാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. വയഖീഹിം ഫി ഹാദ സമാനി സഅബി, ഈ വിഷമം പിടിച്ച അപകടം പിടിച്ചായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരൊക്കെ കാത്തുരക്ഷിക്കാനും അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു, നാം അപേക്ഷിക്കുകയാണ്. മൗരിദുൽ ഫിത്തനി, ഫിത്തനയുടെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന്, ഈ മോശപ്പെട്ട കാലത്ത് ഫിത്തനയുടെ സ്ഥലത്തിലേക്ക് എത്തിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഈ സത്യവിശ്വാസികൾക്ക് സംരക്ഷിക്കാനായിട്ട് അള്ളാഹുവിനോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു. ബിജൂദിഹി വ കറമി, അവന്റെ മഹത്വം കൊണ്ടും അവന്റെ ഔദാര്യം കൊണ്ടും. ബിജാഹി അഷ്റഫുൽ ഖൽഖി സയ്യിദിന വ മൗലാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ തവസ്സുൽ ചെയ്യുകയാണ് ഏറ്റവും സൃഷ്ടികളെ വെച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠവാനായ നമ്മുടെ നേതാവായ നമ്മുടെ സംരക്ഷകനായ സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹ് കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ഈ നാശം പിടിച്ച കാലത്തിന്റെ ഫിത്നയിൽ അകപ്പെടുന്നതിൽ നിന്ന് നമ്മളെ, നമ്മുടെ സഹോദരന്മാരെ, എല്ലാ മുഅ്മിനീങ്ങളെയും കാത്തുരക്ഷിക്കുവാനും അവന്റെ ഫള് കൊണ്ട് അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമ്മോട് അവന് പെരുമാറാനും അവന്റെ അദ്ല് കൊണ്ട് പെരുമാറാതിരിക്കാനും അള്ളാഹുവിനോട് നാം ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ദുആയോട് കൂടിയാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ മുഖദ്ദിമ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മയും ബഹുമാനപ്പെട്ട മുസന്നിഫ് അവരുടെ എല്ലാ സ്വാലിഹീങ്ങളെ, എല്ലാ മുസന്നിഫുകളെയും അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നൽകുമാറാവട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ആ മുഖദ്ദിമ കഴിഞ്ഞു. ഇനി നമ്മൾ അള്ളാഹുവിന്റെ സിഫത്തിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനമാണ് അടുത്ത ക്ലാസ്സിൽ. അതായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എന്താണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാനുള്ള ആളുകളുടെ വരാം. മറ്റു വിഷയത്തിലേക്കൊന്നും കടക്കരുത്. അതിലൊക്കെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കെടുത്ത് ചോദിക്കാവുന്നതാണ്.